ആറ്റിങ്ങലിൽ സീനിയർ വിദ്യാർത്ഥികളും +1 വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം. ആലങ്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് റാഗിംഗ് നടന്നുവെന്നുള്ള പരാതി വന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ PTA-യും അച്ചടക്ക സമിതിയും ചേർന്ന് 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. റാഗിംഗിനിരയായ വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് നടപടി. +2-ന് പഠിക്കുന്ന 7 വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ സീനിയർ വിദ്യാർത്ഥികളും +1 വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം. ആലങ്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് പരാതി ഉയർന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ സ്കൂൾ PTA-യും അച്ചടക്ക സമിതിയും ചേർന്ന് 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. റാഗിങ്ങിന് ഇരയായെന്ന് ആരോപിക്കുന്ന വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് നടപടിയെടുത്തിരിക്കുന്നത്. +2 വിദ്യാർത്ഥികളായ 7 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 8ാം ക്ലാസ് വരെ ഇവിടെ പഠിക്കുന്നതാണ്. പിന്നെ +1 പുതിയ അഡ്മിഷൻ കിട്ടി. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ദിവസം സീനിയേഴ്സ് വന്ന് റാഗ് ചെയ്ത് സീനിയേഴ്സ് വന്നിട്ട് പേരൊക്കെ ചോദിച്ച് ഉറക്കെ പറയടാന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാരെ കൊണ്ടായിരുന്നു. അവന്മാർ പിടിച്ച് തള്ളി. അവർ ഒരു 10-20 പേരുണ്ടായിരുന്നു +2 സീനിയേഴ്സ്. അതിൽ പിടിച്ച് തള്ളിയിട്ട് നമ്മളെ എടുത്ത് അടിച്ച് നമ്മൾ തറയിൽ വീണ്. എൻ്റെ മുഖത്ത് ഇടിയുണ്ട്, പല്ലും പൊട്ടിച്ചറായിട്ട് അങ്ങനെ തറയിൽ വീണ് തറയിലിട്ട് കുറേ അടിച്ച് കുറച്ച് കഴിഞ്ഞ് ടീച്ചർമാരെല്ലാം എല്ലാവരെയും പിടിച്ച് മാറ്റി ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് 2ാം വർഷം വിദ്യാർത്ഥികളും 1ാം വർഷം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു സംഘർഷം ഉണ്ടായി. പക്ഷെ ഒരു 1:25-30 ഇടയ്ക്ക് ഒരു 2-3 മിനിറ്റ് നീളുന്ന സംഘർഷമായിരുന്നു. പക്ഷെ അത് കുട്ടികളുടെ പേര് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങിയ സംഘർഷം അത് ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം മാത്രമല്ല, നമ്മളത് നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്ത് അതിൽ 1-2 കുട്ടികൾക്ക് മുറിവേറ്റിട്ടുണ്ട്. അപ്പം മുഴുവൻ രക്ഷകർത്താക്കളെയൊക്കെ വിളിച്ചു വരുത്തുകയും സ്കൂൾ അച്ചടക്ക സമിതി കൂടുകയും PTA കമ്മിറ്റിയും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒക്കെ കൂടി അന്ന് തന്നെ നടപടികൾ എടുത്തിട്ടുണ്ട്. ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ മരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്. SP-യുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. കാട്ടാന ആക്രമണമല്ലെന്ന് കോട്ടയം DFO അഭിപ്രായപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും SP തൊടുപുഴയിൽ പറഞ്ഞു. തിരുവനന്തപുരം വിതുര തലത്തുകാവ് ട്രൈബൽ സ്കൂളിൽ കാട്ടാനാക്രമണം. കാട്ടാനക്കൂട്ടം സ്കൂളിന്റെ മതിൽ തകർത്തു. കാട്ടാനക്കൂട്ടം ഇത്തരത്തിൽ സ്കൂൾ മതിൽ തകർക്കുന്നത് 2ാമത്തെ തവണയാണ്. നേരത്തെ ആന തകർത്ത മതിൽ പഞ്ചായത്ത് ഇടപെട്ട് പുനഃസ്ഥാപിച്ചിരുന്നു. കാട്ടാനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം ഈ വാർഡിൽ അതിരൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ആന ഒരു വീട് നശിപ്പിച്ചു. അവര് ജീവനും കൊണ്ട് ഓടിയത് കൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ സ്കൂളിന്റെ അവസ്ഥ. ഈ 2 വർഷത്തിന് മുന്നേയും ഇതുപോലെ ആനയുടെയും കാട്ടുപോത്തിന്റെയും ആക്രമണം ഉണ്ടായി. വീണ്ടും ഇന്നലെയും ഇതുപോലെ കാട്ടാന മതിൽ തകർത്തുകൊണ്ടാണ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വാർഡിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് നേരെ ABVP-യുടെ കരിങ്കൊടി പ്രതിഷേധം. വഴുതക്കാട് പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ വെച്ചായിരുന്നു പ്രതിഷേധക്കാർ കരിങ്കൊടി കാണിച്ചത്. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.